ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള കാൽനട പ്രചരണ ജാഥയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് വള്ളൂർ വെസ്റ്റിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് കാലത്ത് കൊടലൂർ നോർത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് ശങ്കരമംഗലം ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള വിവിധ ബൂത്ത് കമ്മിറ്റികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ജാഥ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വരുന്ന ഏപ്രിൽ 6-ാം തീയതി കേരള നിയമസഭയിലേക്ക് ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ചരിത്രപരമായ എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേരളത്തിൽ ഒരു തുടർ ഭരണം സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള വലിയ ചർച്ചയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തെ വിവിധ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളുടെ സർവേയിൽ കേരളത്തിൽ ഒരു തുടർ ഭരണം ഉറപ്പു നൽകുന്നു എന്ന് പറയുകയാണ്. എന്നാൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെയും സംസ്ഥാനത്തെയും മാധ്യമങ്ങളുടെ സർവേയെ അല്ല ഞങ്ങൾ സ്വാധീനിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ വിധിയെയാണ് CPIM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വാധീനിക്കപ്പെടുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ജനഹിതം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും നമ്മുടെ ജില്ലാ പഞ്ചായത്തുകളിലേക്കൊക്കെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സമഗ്രാധിപത്യത്തിന്റെ വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറിയ ഏറ്റവും വലിയ ഒരു ജനഹിതം നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു സെമി ഫൈനൽ എന്നോണം നടന്നു പോയിട്ടുള്ളതാണ്. ആ സെമി ഫൈനലിനെ തുടർന്ന് ഈ ഏപ്രിൽ 6-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ജനഹിതം ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസനവും ജനക്ഷേമവുമാർന്ന കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജാഥയുടെ ലക്ഷ്യം. എന്നാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം, BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്നത് നട്ടാൽ കുരുക്കാത്ത പച്ച നുണകൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വികസനത്തിന്റെയോ ജനക്ഷേമത്തിന്റെയോ കാര്യങ്ങൾ രാഷ്ട്രീയപരമായി അവതരിപ്പിക്കാൻ കഴിയാതെ വിവാദങ്ങൾ പടുത്തുയർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടാം എന്ന വിശദമായ റിസർച്ച് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന UDF-ഉം BJP-യും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ വളരെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ജനങ്ങളോട് സംവദിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കൂ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കരസ്പർശമേൽക്കാത്ത ഏതെങ്കിലും ഒരു വീട് നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് നിഷേധിക്കപ്പെടാൻ നമ്മുടെ എതിരാളികൾക്ക് പോലും പറയാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ കേരള സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഓരോ ഘട്ടങ്ങളിലും കേരളത്തിലെ ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കെൽപ്പുള്ള, നെഞ്ചുറപ്പുള്ള ഒരു നേതൃത്വമുള്ള ഗവൺമെന്റ് എന്ന വളരെ കൃത്യതയോടുകൂടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അനുഭവവേദ്യമാക്കിയ ഒരു ഗവൺമെന്റാണ് കേരളത്തിനകത്തുള്ളത്. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഓരോ വകുപ്പുകളിലെയും കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളെടുത്ത് വിശദീകരിക്കുകയാണെങ്കിൽ നമുക്കൊരു ജാഥയുടെ വിശദീകരണം ഇവിടെ വെച്ച് മാത്രം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും. എന്നാൽ UDF-കാരൻ, കോൺഗ്രസുകാരൻ, BJP-കാരൻ
നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു സൂചന നൽകാതെ പോകാൻ ഈ ജാഥയിലൂടെ നമുക്ക് കഴിയും. നമുക്കറിയാം, BJP ഇപ്പോൾ രണ്ടാം കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിലിരിക്കുകയാണ്. ആ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന, ജീവിത നിലവാരം ദുസ്സഹമാക്കുന്ന ഒട്ടനവധി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നിലപാടുകൾക്കെതിരായി ശക്തമായ എതിർവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരവും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണ്ടതുണ്ട്. മുത്തലാഖ് ബില്ല് വന്നപ്പോ, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമ ബില്ല് വന്നപ്പോ, കാശ്മീർ ബില്ല് ഭേദഗതി അവതരിപ്പിച്ചപ്പോ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അതിനെതിരായി ശക്തമായ വാദമുന്നയിക്കാൻ, ചർച്ച നടത്താൻ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പേരിലെങ്കിലുമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളും തയ്യാറായില്ല എന്നുള്ളത് നാം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ നമുക്കറിയാം, PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ആദ്യം വേങ്ങരയിൽ നിയമസഭയിലേക്ക് മത്സരിച്ചു. അവിടെ നിന്ന് വീണ്ടും കേന്ദ്രത്തിൽ UDF അധികാരത്തിൽ വരും എന്നതുകൊണ്ട് തന്നെ ഒരു പൂതിപ്പടലുണ്ടല്ലോ. ആ പൂതിപ്പടലിന്റെ ഭാഗമായി ആ നിയമസഭാംഗത്വം രാജിവെച്ചുകൊണ്ട് മലപ്പുറത്തെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് ജയിച്ചുപോയി. എല്ലാവരും പറയുന്നത് യുദ്ധം ചെയ്യാൻ പോയതാണെന്നാണ്. എന്നാൽ എന്ത് യുദ്ധമാണ് അവർ പറഞ്ഞത്? ഇലക്ഷന് നിൽക്കുമ്പോഴും അതിനുശേഷവും പറഞ്ഞത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു വലിയ യുദ്ധം നടത്താൻ ഞാൻ ഇന്ത്യൻ പാർലമെന്റിനകത്തുണ്ടായേ തീരൂ എന്നാണ്. എന്നാൽ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുത്തലാഖ് ബിൽ അവതരിപ്പിക്കുമ്പോഴും പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിക്കുമ്പോഴും ആ പാർലമെന്റിനകത്ത് പേരിനെങ്കിൽ പോലും ഹാജരാകാൻ പോലും തയ്യാറാകാത്ത കുഞ്ഞാലിക്കുട്ടിയാണ് വീണ്ടും ഇപ്പോൾ പാർലമെന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് വീണ്ടും വേങ്ങരയിൽ മത്സരിക്കുന്നതിന് വേണ്ടി തയ്യാറായാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഇവിടെ ഈ ഇത്തരം ബില്ലുകൾ ഈ ജനദ്രോഹപരമായ, ജാതീയപരമായ, വർഗീയപരമായ രീതിയിലേക്ക് രാജ്യത്തെ ജനങ്ങളെ ചിതീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഇത്തരം ഭരണ നേതൃത്വത്തിന് എന്തെങ്കിലും തരത്തിലൊരു കൈവിരൽ ഉയർത്താൻ ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷം മാത്രമാണ് ഉള്ളത് എന്ന് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഈ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ ചർച്ച നടത്താൻ തയ്യാറായിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷം മാത്രമാണ്. ആ ഇടതുപക്ഷം മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പെട്രോളിന്റെയും ഗ്യാസിന്റെയും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിക്കുമ്പോൾ ആ വില വർദ്ധനവിനെതിരായി ഏതെങ്കിലും തരത്തിലുള്ള സമരം നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ നോക്കൂ, ദിനം പ്രതി 35 പൈസയും 50 പൈസയും വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടക്ക് 4-4.5 രൂപയോളം വർദ്ധിപ്പിച്ച് ഇപ്പൊ 93 രൂപയിലേക്ക് പെട്രോളിന്റെ വിലയും അതുപോലെ തന്നെ 85 രൂപയോളം ഡീസലിന്റെ വിലയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പാചക ഗ്യാസിന്റെ വില പറയേണ്ടതില്ലല്ലോ. നമ്മുടെ സാധാരണക്കാരായ വീട്ടമ്മമാർ ദൈനംദിനം നമ്മുടെ അടുക്കളയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്യാസിന്റെ വില എന്ന് പറയുന്നത് ഇന്ന് 900 രൂപയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭരണകർത്താക്കൾ ആർക്കു വേണ്ടിയാണ് ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തുന്നത് എന്നുള്ളത് നാം വളരെ ശക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതിനെതിരായി ഒരു കൈവിരൽ ഉയർത്താൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് 2010 ജൂൺ മാസം 6-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിനകത്ത് പെട്രോൾ വില വർധനവിനുള്ള ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന്റെ അധികാരം, ഈ ഗവൺമെന്റ് നിക്ഷിപ്തമായിരുന്ന അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് അത് എണ്ണക്കമ്പനികൾക്ക് വിട്ടുകൊടുത്തത്. അന്ന് സമരം നടത്തിയ ആളുകളാണ് BJP. അന്നും ഇന്നും സമരം നടത്തുന്ന ആളുകളാണ് CPIM ഇടതുപക്ഷവും, അല്ലേ? എന്നാൽ BJP കാളവണ്ടി വലിച്ചോ, കുതിരവണ്ടി വലിച്ചോ, സൈക്കിൾ ചവിട്ടി ആ BJP-കാരൻ അധികാരത്തിൽ വന്നപ്പോൾ എന്താ ചെയ്തത്? 2014 ഡീസലിന്റെയും വില നിയന്ത്രണാവകാശം എടുത്തുകൊണ്ട് എണ്ണക്കമ്പനികൾക്ക് കൊടുത്തു. ഇപ്പോ സുരേന്ദ്രൻ പറയുന്നത് എന്താ? സുരേന്ദ്രനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നരസിംഹറാവു ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോ എണ്ണ വില വർദ്ധിച്ചപ്പോ നിങ്ങൾ കുതിരവണ്ടി ഓടിച്ചു, കാളവണ്ടി ഓടിച്ചു, അങ്ങനെ പ്രതിഷേധ സമരങ്ങൾ നടത്തിയല്ലോ, നിങ്ങൾ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സുരേന്ദ്രൻ പറഞ്ഞ മറുപടി എന്താ? അന്ന് ഞങ്ങൾ ഭരിക്കും, ഇപ്പൊ നിങ്ങൾ ഭരിച്ചോ, ഇനി ഞങ്ങൾ പ്രതിപക്ഷത്താവുമ്പോ അപ്പൊ വീണ്ടും ഭരിക്കും, അതിനാണല്ലോ നിങ്ങൾ എന്ന രീതിയിലേക്ക് ഈ ഇന്ത്യ രാജ്യത്തെ കേരള സംസ്ഥാനത്തെ ജനതയെ അപഹാസ്യമാക്കുന്ന രീതിയിലേക്കുള്ള മറുപടിയാണ് നൽകിയത്. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ
രാജ്യത്തെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള ഏത് വിഷയം വന്നാലും അതിനെതിരെ ജാതി നോക്കാതെ മതം നോക്കാതെ വർഗപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷം അതിനെതിരായി ശക്തമായ വാദമുയർത്തിക്കൊണ്ടുവരും. അതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ആ ഇടതുപക്ഷത്തിന്റെ ഒരു ബദലാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞപ്പോ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ അധികാരത്തിലിരിക്കുമ്പോൾ കേരള സംസ്ഥാനത്തിനകത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിനകത്തുള്ളത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നിയമം പാസാക്കിയോ? പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പ്രമേയം പാസാക്കിയോ? അങ്ങനെ പ്രമേയം പാസാക്കിയ ഒരൊറ്റ ഗവൺമെന്റേ ഉള്ളൂ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അത് മുത്തലാഖ് ബില്ലിന്റെ കാര്യത്തെ എടുത്ത് പരിശോധിച്ചാലും പൗരത്വ ഭേദഗതി നിയമം എടുത്ത് പരിശോധിച്ചാലും ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അതിന് നേതൃത്വം കൊടുക്കുന്ന BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണിയും അതുപോലെ തന്നെ പാർട്ടിയുമാണ് CPIM, അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അവരാണ് കേരളത്തിൽ 5 വർഷക്കാലമായി ഒരു ബദൽ ഗവൺമെന്റ് എന്ന രീതിയിൽ അധികാരത്തിലിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഗവൺമെന്റിന്റെ കരസ്പർശമേൽക്കാത്ത ഒരു വീട് പോലും നമ്മുടെ കേരള സംസ്ഥാനത്തിനകത്തുണ്ടാവില്ല. പെൻഷൻ, ജനക്ഷേമം എന്ന ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ എല്ലാ വയോധികർക്കും അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്കും മധ്യസ്ഥവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും അവരുടെ വീടുകളിലേക്ക് സമാശ്വാസം എന്ന രീതിയിലേക്ക് ഒരു തുക കൈകളിലെത്തിക്കാൻ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയുണ്ട്. അതാണ് നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ ഇടത് കൈയിൽ നടപ്പാക്കിയ പ്രകടന പത്രികയും വലത് കൈയിൽ നടപ്പാക്കാനുള്ള പ്രകടന പത്രികയും കയ്യിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങളെ നേരിടാൻ വേണ്ടി പോകുന്നത്. 600 ഇനങ്ങളാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്. ആ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ജനങ്ങളോട് പറഞ്ഞത് 600 ഇനങ്ങൾ നടപ്പിലാക്കും. 580-ലധികം ഇനങ്ങൾ നടപ്പിലാക്കി. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റിന് തുടർച്ച കിട്ടുമ്പോഴാണ് ബാക്കിയും നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെ വരുമ്പോൾ മുഴുവനും നടപ്പിലാക്കാൻ ഒരു തുടർഭരണം കേരളത്തിൽ അനിവാര്യമാണ്. ആ നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് കേരളത്തിലെ സമാശ്വാസകരമായ ജനക്ഷേമകരമായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ആ പെൻഷനുകളുടെ സംഖ്യ വർദ്ധിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. എന്താ കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലഘട്ടത്തിലെ സ്ഥിതി? ഇവിടെയൊക്കെ നമ്മുടെ ആളുകളുണ്ടല്ലോ, 18 മാസക്കാലത്തെ കുടിശ്ശിക 425 രൂപ വീതം കൊടുക്കേണ്ടത് 18 മാസക്കാലത്തെ കുടിശ്ശിക വെച്ചു UDF ഗവൺമെന്റ്. ആരെങ്കിലും ചോദ്യം ചെയ്തോ? അന്നും ചോദ്യം ചെയ്ത ആളുകൾ ഈ CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ്. കോൺഗ്രസുകാരൻ വേണ്ടിയില്ല, ലീഗുകാരൻ വേണ്ടിയില്ല, BJPക്കാരൻ വേണ്ടിയില്ല. അന്നും നമ്മളെ ശക്തമായി വാദിച്ചു. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞു. ആദ്യത്തെ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനമെന്താ? 2016 മെയ് 19-ാം തീയതി ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആദ്യം കൂടിയ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഇന്നിപ്പോ 600 രൂപയാണോ? ഗവൺമെന്റ് പറഞ്ഞു ഓരോ വർഷവും പടിപടിയായി അത് ഉയർത്തും. അങ്ങനെ ഉയർത്തി ഇന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ വീടുകളിലെ വന്ധ്യവയോധികരായ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, ഭിന്നശേഷിയുള്ള ആളുകൾക്ക്, അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക്, അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്ക് അവർക്ക് കിട്ടുന്നത് 1500 രൂപയാണ്. ഈ ഏപ്രിൽ മാസം മുതൽ അത് 1600 രൂപയാവാൻ വേണ്ടി പോവുകയാണ്. ഇത് കേരളത്തിലല്ലാതെ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യ രാജ്യത്തുള്ളത്? 1980-ൽ EK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കേരള സംസ്ഥാനത്ത് ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ സമൂലമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടോ? ആ കാലഘട്ടങ്ങളിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോഴാണ്. സമാശ്വാസ പെൻഷന്റെ കാര്യം ഞാൻ വരുന്നു. നമ്മുടെ ഓരോ മേഖലയെടുത്ത് പരിശോധിക്കൂ. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന, സാധാരണ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ സ്കൂളുകൾ, UDFന്റെ കാലഘട്ടത്തിൽ 4.5 ലക്ഷം കുട്ടികളാണ് കൊഴിഞ്ഞുപോക്ക് എന്നാണ് നമ്മളതിന് പറയുക.
സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ, പഠിപ്പില്ലാത്തതിന്റെ പേരിൽ കുട്ടികളെ പേര് കെട്ടി സ്വകാര്യ സ്കൂളുകളിലേക്ക് കൊണ്ടുപോയി ചേർക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ കേരള സംസ്ഥാനത്ത് 6.25 ലക്ഷം കുട്ടികൾ പുതുതായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എന്തുകൊണ്ട് 6.25 ലക്ഷം കുട്ടികൾ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നത്? പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെട്ടു, നമ്മുടെ വിദ്യാലയങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടു, സ്മാർട്ട് സ്കൂളുകളായി മാറി, 45,000-ഓളം വരുന്ന ക്ലാസ് മുറികൾ ഡിജിറ്റലായി, ഇങ്ങനെ കെട്ടിടങ്ങളായി, വലിയ കെട്ടിടങ്ങളായി. നമ്മുടെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ നേരത്തെ നാം കണ്ട സ്കൂളുകളല്ല, വലിയ സ്വകാര്യ സ്കൂളുകളോട് കിടപിടിക്കുന്ന രീതിയിൽ വലിയ സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടുകൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നമ്മുടെ കേരള സംസ്ഥാനത്തിനകത്ത്. അത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമാണ്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഹൈസ്കൂൾ, പട്ടാമ്പിയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ, അതുപോലെ തന്നെ GLP സ്കൂൾ, ഇനി വള്ളൂരിലെ സ്കൂൾ, അങ്ങനെ നമ്മുടെ മുനിസിപ്പാലിറ്റിക്കകത്ത് മാത്രം പട്ടാമ്പി നിയോജക മണ്ഡലത്തിനകത്ത് 100 വരുന്ന സ്കൂളുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടി ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ആരോഗ്യ മേഖല നിങ്ങൾ നോക്കൂ, ആർദ്രം എന്ന പദ്ധതി 4 മിഷനുകളാണ്. ഞാൻ അതിന്റെ വലിയ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ആ ആർദ്രം എന്ന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ പൊതു ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വലിയ പുരോഗതി കൈവരിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറുന്നു. നേരത്തെ ഉച്ചവരെയുണ്ടായിരുന്ന OP ഇന്ന് വൈകിട്ട് വരെയായി മാറിയിരിക്കുന്നു. വൈകുന്നേരം 5 മണി 6 മണി വരെ ചെന്നാലും നമുക്ക് ഡോക്ടേഴ്സിനെ കണ്ട് നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ പറഞ്ഞ് പ്രിസ്ക്രൈബ് ചെയ്ത് മരുന്ന് വാങ്ങിക്കാൻ കഴിയുന്നു. മെച്ചപ്പെട്ട രീതിയിലുള്ള സംവിധാനങ്ങൾ, മെഷീനറീസ് ആശുപത്രികളിൽ വരുന്നു. ആയിരക്കണക്കിന് ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനങ്ങൾ വരുന്നു. നമ്മുടെ പട്ടാമ്പി താലൂക്ക് ആശുപത്രി തന്നെ സമഗ്രമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ആരോഗ്യ മേഖല, മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രികൾ, അങ്ങനെ താലൂക്ക് ആശുപത്രികൾ, ഈ പൊതു ആരോഗ്യ മേഖലയാകെ വലിയ രീതിയിൽ ഇന്ന് നമ്മുടെ പൊതുജനങ്ങൾക്ക്, സാധാരണക്കാരനൊക്കെ പ്രാപ്യമാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ഈ രംഗത്ത്, പൊതുജനാരോഗ്യ രംഗത്ത് വലിയിട്ടുള്ള വലിയ മാറ്റമാണ്. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടു അല്ലേ? ഈ കോവിഡ് മഹാമാരി കാലത്ത് ഇപ്പോ വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്താ? ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് എന്താ? കേരളത്തിലാണ് ഇങ്ങനെ കോവിഡ് കണ്ടമാനം ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യ രാജ്യത്തെ കോവിഡ് മഹാമാരി പിടിച്ചു നിർത്താൻ ഇത്രയേറെ പ്രയത്നിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു ഗവൺമെന്റ് കേരള സംസ്ഥാനത്ത് വേറെ ഏതാണുള്ളത്? ഇപ്പോ നമ്മുടെ പോസിറ്റീവ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് റേറ്റ് എന്ന് പറയുന്നത് 4.15%. 15%ത്തിലേക്കും 16, ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. 1000 ആളുകളുണ്ടെങ്കിൽ അതിൽ 15 ആളുകൾക്ക് കോവിഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് 4.25 ആളുകൾക്ക്, 4 ആളില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് കണക്കാണ്. 4.15% പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. മാത്രമാണോ? ഇന്ത്യയിലെ മരണനിരക്ക് എടുത്ത് പരിശോധിച്ചു. കോവിഡ് മൂലമുള്ള മരണനിരക്ക്, ആ മരണനിരക്ക് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് കേരള സംസ്ഥാനത്തിനകത്താണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പഠനം നടത്താൻ വരിക. ഇന്ന് നമ്മുടെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ദേശാഭിമാനിയിലെ വാർത്ത നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും ടെസ്റ്റ് പോസിറ്റീവ് റേറ്റിന്റെ കണക്ക്. ഹരിയാനയിൽ എത്രയാണ്? ഹരിയാനയിൽ 15ആണ്. ഉത്തർപ്രദേശിൽ 9ആണ്. ഉത്തരാഖണ്ഡിൽ അത് 8ആണ്. ഇവിടെ കേരളത്തിൽ 4.15%. അപ്പോഴും പറയാ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ കേരളത്തിലെ ജനങ്ങളെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ, ഇവിടുത്തെ പൊതുജനാരോഗ്യ മേഖല തകർന്നിരിക്കുന്നു എന്ന് വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിപ്പോവുക. ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ശൈലജ ടീച്ചർ, കേരളത്തിലെ ആരോഗ്യമന്ത്രി, ഓരോ നിമിഷവും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ കോവിഡ് മഹാമാരി കാലത്ത് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഈ ഗവൺമെന്റ് കൂടെയുണ്ട്, നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ഗവൺമെന്റ് കേരള സംസ്ഥാനത്തിനകത്തുണ്ട് എന്ന് പറയാൻ കെൽപ്പുള്ള ഒരു ഗവൺമെന്റ് ഉള്ള നാടാണ് കേരളം. ആ കേരളത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതാണ്.
മറ്റത് ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. പൊതുമേഖലകൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലകൾ UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മുച്ചോട് മുടിപ്പിക്കപ്പെട്ടുകൊണ്ട് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് കൂട്ടാൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നെയ്യാറ്റിൻകരയിലെ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ബാറ്ററിക്ക് ഓടുന്ന ഓട്ടോറിക്ഷ നമ്മുടെ ഇന്ധന വിലവർദ്ധനവിന്റെ ഭാഗമായി അതിന്റെ ഒരു ബദൽ സംവിധാനം എന്ന രീതിയിൽ വൈദ്യുതി കൊണ്ട് ഓടുന്ന ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഓടിക്കാൻ കഴിയുന്ന ഓട്ടോറിക്ഷകൾ മാർക്കറ്റിൽ ഇറക്കാൻ തയ്യാറായിട്ടുള്ള കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് തകർന്ന് തരിപ്പണമായി കൂട്ടാൻ തയ്യാറായതാ. ഇപ്പോ ലാഭകരമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ അയൽ സംസ്ഥാനമായ നേപ്പാളിലേക്ക് ഓട്ടോറിക്ഷകൾ കയറ്റുമതി ചെയ്യുന്നു. ഇതാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ മരുന്ന് നിർമ്മാണ കമ്പനി ഏറ്റവും അവസാനം ക്യാൻസർ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രീതിയിൽ 215 കോടി രൂപ ലാഭത്തിലേക്ക് നയിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുന്നു. ഇങ്ങനെ ഓരോ മേഖലയും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. റേഷൻ സംവിധാനം, അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഭയം, പവർ കട്ടില്ലാത്ത ഒരു കേരള സംസ്ഥാനം കഴിഞ്ഞ 5 വർഷക്കാലം പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത മെച്ചപ്പെട്ട വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി പുറം സംസ്ഥാനങ്ങളിലേക്കും പുറം രാജ്യങ്ങളിലേക്കും വൈദ്യുതി മിച്ചം വെച്ചുകൊണ്ട് വിൽപ്പന നടത്താൻ തയ്യാറായി കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനം. അതാണ് MM മണി. വിദ്യാഭ്യാസമില്ലാത്ത MM മണി എന്ന് അദ്ദേഹത്തെ പരിഹസിച്ച UDF-കാരനും BJP-കാരനും മനസ്സിലാക്കണം. വിദ്യാഭ്യാസമല്ല പ്രധാനമായും ഒരു ഗവൺമെന്റിന് നയിക്കപ്പെടേണ്ടത് പ്രായോഗിക പരിചയങ്ങളും രാഷ്ട്രീയ വിജ്ഞാനവുമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് എന്ന് പറയുന്നത്. പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. ഇനിയും മാടക്കത്തറ പോലെയുള്ള നിരവധി വൈദ്യുത പദ്ധതികൾ വന്നിട്ട് ഇനിയും വൈദ്യുത പദ്ധതികൾ വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഓരോ മേഖലയും കേരളത്തെ സംബന്ധിച്ചിപ്പോ നമുക്കറിയാം, UDF-കാരൻ പുതിയ സമരമുറകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ തലസ്ഥാന നഗരിയിൽ അഭ്യസ്തവിദ്യരായ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുറെ ആളുകളെ വിളിച്ചിരുത്തിക്കൊണ്ട് സമരം നടത്തി. കുറെ ആളുകളൊക്കെ എണീറ്റ് പോയി.